ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ എനിക്കറിയാം കുറേ മാസങ്ങളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തേ മടുത്ത വ്ളോഗൊക്കെ നിർത്തിയ കണ്ടൻ്റ് ഇല്ലേ, അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്. ദുബായിൽ നമ്മളിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ നമ്മൾ രാത്രി നൈറ്റിൽ ഇറങ്ങല്, എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. എവിടെയും വലിയ ടൂറും ട്രിപ്പൊന്നും ഇപ്പം പോക്കില്ല. പിന്നെ നേരെ ഡ്യൂട്ടി പോവുക, നേരെ തിരിച്ച് റൂമിലോട്ട് വരിക, അതാണ് ഇപ്പോൾ പരിപാടി. പിന്നെ മെയിൻ വ്ളോഗ് ഇടാത്തതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് 2-3 മാസമായിട്ട് PS5 മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അത് എക്സൈറ്റ്മെൻറ്റ് കൂടി വാങ്ങിയിട്ട് നമ്മൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുക ഒരു PS5. അങ്ങനെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ ഫുൾ ടൈം ഇതിൻ്റെ അകത്ത് തന്നെ ആയി. എന്തൊരു ഫ്രീ ടൈം കിട്ടിയാലും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ. ഞാനും അതും റസ്സാൻ ഇപ്പോൾ നാട്ടിൽ പോയി ഗൈസ്. അതാണ് വേറൊരു വിശേഷം. ഫ്രീ ടൈം കിട്ടുന്നില്ല. നേരെ ഡ്യൂട്ടിക്ക് പോകും, റൂമിൽ വരും, ഗെയിം കളിക്കും. ഇതിങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മടിയുണ്ട് ഗൈസ്. ഒരു വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു മടിയാണ്. അതാണ് മെയിൻ കാര്യം. ആൾക്കാർ ശരിക്കും ചോദിക്കുക, എന്താണ് വീഡിയോ ഇടാത്ത, കുറേ ആയല്ലോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്തേ ഒഴിവാക്കിയ, കളിയാക്കി ചോദിക്കുന്നതാണോ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണോന്ന് അറിയില്ല. എന്നാലും കുറേ ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കും. ഞാനടുത്ത് പറഞ്ഞ് ചിരിക്കല്ലേ. നമ്മളെ റൂമിൽ ഇപ്പോൾ പുതിയൊരാൾ വന്നിട്ടുണ്ട്, എൻ്റെ പുതിയ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നൊന്നും ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ യൂട്യൂബിൽ എന്നെ ഇതുവരെ ഒരു വ്ളോഗറായിട്ട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം അവനൊരു ചിരി. ഓക്കെ, അപ്പം അതാണ് റീസൺ വീഡിയോ ഇടാത്തതിൻ്റെ. നമ്മളിപ്പം വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കും. അന്നപ്പോൾ കാണുന്നവർ കണ്ടാൽ മതി, മനസ്സിലായ? ഇതങ്ങനെ നിങ്ങൾ ഡെയിലി കാണുന്ന ഡെയിലി വ്ളോഗ്സ് ഒന്നും അല്ലല്ലോ ഞാൻ ഇവിടെ ഇടുന്നത്. എപ്പോഴെങ്കിലും ഉള്ളൊരു വ്ളോഗ്സ് അല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ എപ്പോഴും ഡെയിലി വ്ളോഗായിട്ടൊന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇടും, ഈ സ്പൈഡർമാൻ്റെ GTA ഒക്കെ ഇടയ്ക്ക് സ്റ്റോറി ഇടുമ്പോൾ എന്നോട് ചോദിക്കുക, ഇതെന്താ സംഭവം, എന്തിനാണ് ഇതിങ്ങനെ ഇടുന്നത്? ചുമ്മാ എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഇടുന്നത്. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറും ഒരു ഇപ്പോഴത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിം സ്പൈഡർമാനാണ്. ഞാൻ GTA ആദ്യം കളിക്കില്ല, GTA ആദ്യമാണ് കൂടുതൽ കളിക്കുക. എനിക്ക് അതിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള, എനിക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് സത്യം. അല്ലാതെ കളിക്കാൻ ഇഷ്ടമായിട്ടില്ല. എനിക്ക് കളിക്കണം നല്ല ആഗ്രഹമുള്ള മീൻസ് ഞാൻ കുറച്ചൊക്കെ കളിച്ചു കേട്ടോ, പക്ഷേ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം ഞാൻ സ്പൈഡർമാനിൽ അഡിക്റ്റ് ആയിപ്പോയി. സ്പൈഡർമാനിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സ്പെക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ ബ്ലോഗറിൽ നിന്ന് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങളിനി പറയണം ഞാൻ ഒരു ഗെയിമർ ആവണോ അതോ വ്ളോഗർ ആവണോ. ഓക്കെ, അതാണ് ഞാൻ ഇന്ന് മെയിൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് വ്ളോഗ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് ഗെയിം ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ സ്പെക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ അടുത്തുള്ളത് PS5 സ്ലിമ്മാണ്, 1 TB. പിന്നെ മോണിറ്ററുള്ളത് ട്വിസ്റ്റഡ് മൈൻഡ്സിൻ്റെ 27 ഇഞ്ചാണെന്ന് തോന്നുന്നു. അതെ, 27 ഇഞ്ച് ഫുൾ HD. ആക്ച്വലി 4K ആണ് ബെറ്റർ. ഫുൾ HD ഓക്കെയാണ്. പിന്നെ നമ്മളടുത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. കാര്യമായിട്ട് 2 കൺട്രോളുണ്ട്. പിന്നെ ആക്ച്വലി നമ്മൾ 2 ഡിസ്കേ മേടിച്ചിട്ടുള്ളൂ, സ്പൈഡർമാൻ്റെതും GTA 5. കാരണം ഇത് രണ്ടും ഫസ്റ്റ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ഇത് മേടിച്ചേക്കുന്നത്. അല്ലാതെ തന്നെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കേസ് ഗെയിംസിനൊക്കെ നല്ല റേറ്റാണ്. ഓക്കെ, അതാണ് മെയിൻ കാര്യം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളടുത്തുള്ള ഗെയിംസ് ആസ്ട്രോ പ്ലെയർ ഉണ്ട്, പിന്നെ ഈ ഫുട്ബോൾ, ഫോർട്ട്നൈറ്റ്, GTA, സ്പൈഡർമാൻ, പിന്നെ കാറിൻ്റെ മറ്റേ ഈ സാധനം ഗെയിം NFS ഉണ്ട്, റോക്കറ്റ് ലാൻഡ് ഉണ്ട്, പിന്നെ സ്റ്റംബിൾ ഗെയിം ഗെയ്സ്. പക്ഷേ ഞാൻ ഇതിനകത്ത് കളിക്കുന്നത് ഫോർട്ട്നൈറ്റ് ഒക്കെ കളിക്കലുണ്ട്, GTA 5 കളിക്കലുണ്ട്, സ്പൈഡർമാനാണ് കൂടുതൽ ഞാൻ കളിക്കൽ. പിന്നെ ആസ്ട്രോ ഞാൻ കളിക്കലുണ്ട്. എല്ലാ ഗെയിം ഞാൻ കളിക്കലുണ്ട് സത്യം. പക്ഷേ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് സ്പൈഡർമാനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം ലൈബ്രറി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ആവശ്യമുള്ള മാത്രമേ കയറ്റി വെച്ചിട്ടുള്ളൂ. അനാവശ്യമായിട്ട് നമ്മളൊന്നും കയറ്റിയിട്ടില്ല. ഒന്നാമത്തെ കേസ് വെച്ചാൽ നല്ല പേയ്മെൻ്റ് ആയതുകൊണ്ട്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നല്ല പേയ്മെൻ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വെച്ചേക്കുക. പിന്നെ നമ്മളെടുത്ത് മങ്കി ഡ്യൂഫിൻ്റെ ഒരു സാധനമുണ്ട്. ഇതൊക്കെ ആദ്യത്തിൻ്റെ സാധനങ്ങളാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെയാണ് ക്രൈസ്. ആനിമയുടെ കാണുന്നുണ്ടോ? ആനിമയുടെ സാധനങ്ങളൊക്കെ ആദ്യമാണ് ഇവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളടുത്തൊരു മെയിൻ ആളുണ്ട്. നമ്മളടുത്ത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ നമ്മളിപ്പം വന്നിട്ട്. കുറച്ച് കാലം മീൻസ് ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ. ആളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പെറ്റ്. കാണുന്നുണ്ടോ?
ഇഗ്വാന. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പേരിട്ടില്ല, പേരിട്ടു. കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് പേര് സജസ്റ്റ് ചെയ്തു, പക്ഷെ ആ പേര് വേണ്ട. അത് ഞാൻ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ അത് ആരാ പേര് പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ ആ പേര് വേണ്ട, നമുക്ക് നല്ലൊരു പേര് വേണം. അത്യാവശ്യം പേരിട്ടില്ല. ആൾ ഭയങ്കര പേടിച്ചിട്ടാണുള്ളത്. ഇത് നമ്മളായിട്ടൊന്നും മിങ്കിളായിട്ടില്ല, കാരണം ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ നമ്മളടുത്ത് എത്തിയിട്ട്. അപ്പം കുറച്ച് പേടിയുള്ള ആളാണ്. പിന്നെ ഗെയിമിലോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതാ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് സ്പൈഡർമാൻ തന്നെ കളിക്കാം. ഓക്കെ, സ്പൈഡർമാനിൽ ഇതാരാ? ഇത് ആദത്തിൻ്റെ അക്കൗണ്ടോ? വെയിറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇതിൽ സ്പൈഡർമാൻ പോയി കഴിഞ്ഞാൽ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? അലമ്പായിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. ഓക്കെ, മാർവൽ. ആക്ച്വലി ഞാൻ മാർവൽ സീരീസ് ഒന്നും അധികം കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ സ്പൈഡർമാൻ ഫാനാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഈ ഗെയിം സത്യം പറയുമല്ലോ, PS5 ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഗെയിം നിങ്ങൾ കളിക്കണം. ഗെയിം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ ഈ സ്പൈഡർമാൻ ഗിവ് അവേ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഫസ്റ്റ് ഗിവ് അവേ ഇൻ മൈ വ്ളോഗ് ഹിസ്റ്ററി. അതുണ്ട് ഇവിടെ. നമ്മൾ സ്പൈഡർമാന് GTA കൊടുക്കുന്നുണ്ടോടാ? ഓക്കെ, GTA അതും തരേണ്ടാവില്ല. സ്പൈഡർമാൻ 2 നമ്മൾ ഗിവ് അവേ കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട, എൻ്റെ വീഡിയോ കാണുക, കമൻ്റ് ഇടുക. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. ഒന്നാമത്തെ ഈ PS5 ഉള്ള ആൾക്കാർ കമൻറ്റ് ഇടണം കേട്ടോ. അല്ലാത്ത ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് CD കൊണ്ടുപോയിട്ട് DVD പ്ലെയറിൽ ഇട്ടിട്ട് കാര്യമില്ല, ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നമ്മളെ മൈൽസ് മൊറാൽസ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 2 സ്പൈഡർമാനുണ്ട്, ഒന്ന് പീറ്ററും ഒന്ന് മൈൽസും. ഓക്കെ, പീറ്ററിനെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. മൈൽസ് ഒരു എന്താ പറയുക, ഈ കോമിക് മീൻസ് ആനിമേറ്റഡ് വെർഷൻ ഉണ്ടല്ലോ സ്പൈഡർമാൻ്റെ, അതിൻ്റെ അകത്തുള്ളൊരു ക്യാരക്ടറാണ് മൈൽസ്. നമ്മൾ മൊത്തം സൂട്ടെല്ലാം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഗാഡ്ജറ്റ് സ്കിൽസ് എല്ലാം നമ്മൾ അൺലോക്ക്. നമ്മൾ ഇതിനകത്ത് പ്രോ ആയി മാറി സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊരു കോമ്പറ്റേറ്റർ ഗെയിം അല്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ല. ഞാൻ എൻ്റെ പ്രോ ആണ്. ഞാൻ എന്നെ തന്നെ പോയി എൻ്റെ ഗെയിം പ്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഒന്നാമത്തെ കേസ് ഈ റൂമിൽ വൈഫൈ ഭയങ്കര സ്ലോ ആണ്. അപ്പം വൈഫൈ സ്പീഡുള്ള സമയത്ത് ഞാൻ എനിക്ക് ലൈവ് വരാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ലൈവ് ഇടാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളടുത്ത് വേറെ PC സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ലൈവ് ഇടാൻ പറ്റും, പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഒന്നാമത്തെ നമ്മൾ വൈഫൈക്ക് സ്പീഡില്ലാത്തതുകൊണ്ടും പിന്നെയും ക്വാളിറ്റി ഒന്നുകൂടിയും കുറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ലൈവ് ഇടത്തുണ്ട് എൻ്റെ മറ്റേ ഗെയിമിംഗ് ചാനലിൽ. ഇതിൻ്റെ അകത്ത് 1-2 പ്രാവശ്യം ഇട്ട്. ഒന്നാമത് എനിക്ക് പണ്ടത്തെ റീച്ച് കിട്ടുന്നില്ല ഈ ചാനലിൽ, മനസ്സിലായോ? പണ്ട് ഞാൻ ലൈവൊക്കെ ഇടുന്ന സമയത്ത് ഒരു മിനിമം 1000 ഒരു 500 ആൾക്കാർ എന്തായാലും മിനിമം എൻ്റെ ലൈവിൽ വരുത്തുണ്ടായിരുന്നു, മറ്റേ ഷോർട്സ് ലൈവ് ഇടുമ്പോൾ. പക്ഷേ ഇപ്പോൾ എന്തോ പറ്റി, വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ആ പണ്ടത്തെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ചാനലുണ്ട്, ഗെയിമിംഗ് ചാനൽ, അതിൻ്റെ അകത്താണ് ഞാൻ ലൈവ് ഇടൽ. അപ്പോൾ എൻ്റെ ഗെയിം പ്ലേ കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതിലോട്ട് വരാം. ഓക്കെ, അപ്പം ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഞാൻ ഒരു ഫൈറ്റ് കാണിച്ചു തരാം. എൻ്റെ ഒരു ഫൈറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. എൻ്റെ കൺക്ലൂഷനിലോട്ട് നമുക്ക് പോകാം. ഞാൻ പറയാം, എവിടെ ഒരു ക്രൈം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രക്ഷകനാണ്. ഓക്കെ, നമ്മൾ വിജയാണ്. എന്ത് പ്രശ്നം കണ്ടാലും നമ്മൾ നേരിടും, അല്ല നമ്മൾ ഇടപെടും. നമ്മൾ നാടിനെ രക്ഷിക്കാൻ ഇറങ്ങിയ നായകനാണ്. ഓക്കെ, സ്പൈഡർമാൻ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ക്രൈമുണ്ട്, നമുക്ക് ആ ക്രൈം സോൾവ് ചെയ്യാം. ഞാൻ ഒറ്റ ഹീല് പോലും എടുക്കാതെ ഞാൻ ഫൈറ്റ് ഫിനിഷ് ചെയ്തേ. ഓക്കെ, പറഞ്ഞില്ല. ഓക്കെ, ആക്ച്വലി ഇതൊക്കെ നമ്മൾ
ഈ ഫസ്റ്റ് കളി തീർക്കുന്നതിൻ്റെ മുന്നേ മെയിൻ സ്റ്റോറി മോഡ് കഴിഞ്ഞു. അപ്പം ഇതൊക്കെ ഇടയ്ക്കുള്ള മിഷൻസും പിന്നെ ക്രൈംസൊക്കെ വരുന്നതാണ്. ഈ ആൾക്കാരൊക്കെ നമ്മൾ ശരിക്കും സ്റ്റോറിയിൽ നമ്മൾ ഇവനെയൊക്കെ കൊന്നു. ഓക്കെ, അത് നോക്കണ്ട. ആക്ച്വലി ഇതിൻ്റെ അകത്ത് വേറൊരു അൾട്ടിമേറ്റ് പവർ ഓപ്ഷനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗെയിം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു ലെവൽ മീൻസ് സ്റ്റോറി മോഡ് കഴിഞ്ഞു. പക്ഷേങ്കിൽ നമുക്കിത് വേണമെങ്കിൽ അൾട്ടിമേറ്റ് പവർ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനുണ്ട്. എനിമീസിനെല്ലാം അൾട്ടിമേറ്റ് പവർ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് കളിച്ചതിനെക്കാട്ടും എനിമീസിന് കുറച്ചുകൂടി പവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എനിമീസിനെ അടിച്ചിടാനും പറ്റുമോ, നമ്മളിതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആയോ എന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് ആ മോഡ് എടുത്ത് കളിക്കാൻ പറ്റും. എനിക്ക് ഈ കളി നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് അത്ര കഷ്ടപ്പാടുള്ളതാണോ അല്ലേ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല. ഈ ഗെയിമിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് കഷ്ടപ്പാടുള്ളതാണോ അല്ലേ എന്നുള്ളത്. അല്ല, ഇപ്പം വലിയ കഷ്ടപ്പാടില്ല, അന്നേരം വലിയ കഷ്ടപ്പാടായിരുന്നു ഫസ്റ്റ് കളി തുടങ്ങുന്ന സമയത്ത്. ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഓക്കെ, ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ, അതൊക്കെ നടന്നു പോക്കൂടെ? ഞാൻ തന്നെ കൊണ്ട് ചാക്കണോ? ആംബുലൻസിൽ ഇറക്കി തരാം. തൽക്കാലം ഇവിടെ നിന്ന് ആംബുലൻസ് കയറി പോക്കോ. താങ്ക് യു സ്പൈഡർമാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തിയത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാത്ത മെയിൻ കാര്യം ഇതാണ്. നമ്മൾ അധിക സമയം ഇപ്പോൾ ഗെയിമിലാണ്. പിന്നെ ഡ്യൂട്ടി നല്ലപോലെ ഉണ്ട്, വർക്ക് ലോഡുണ്ട്. അപ്പോൾ അതിനകത്തും കുറച്ച് ബിസിയാണ്. മൊത്തത്തിൽ നമ്മളൊരു ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇനി പഴയതുപോലെ ഇടും. ഓക്കെ, പിന്നെ പുറത്ത് നല്ല ചൂട്, നമ്മൾ പുറത്തോട്ടൊന്നും ഇപ്പോൾ അധികം ഇറങ്ങില്ല. അതാണ് മെയിൻ കാരണം. പിന്നെ പറഞ്ഞ മറക്കണ്ട, നമ്മളെ ചങ്ങായിക്കൊരു പേര് വേണം. പിന്നെ നമ്മൾക്ക് സ്പൈഡർമാൻ ഗീവ് അവേ ഉണ്ട്. ഞാൻ എന്തായാലും ഈ ഗെയിം കളിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതാണ് ലേറ്റസ്റ്റ്. ഇനി ഇതിൻ്റെ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ വേറൊന്ന് സ്പൈഡർമാൻ 1 ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഡിസ്കിന് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഗെയിമറാണോ ബെറ്റർ, വ്ളോഗറാണോ ബെറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു ഗൈസ്.